മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനായി, പാടും ഞാനെന്നും എന്റെ പ്രിയനായി. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണല്ലോ, മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യമാണല്ലോ നാം ചിന്തിച്ചത്. അതിൻ്റെ 2-ാം ഭാഗത്ത് അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ആകുന്നു എന്ന്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം എന്ന്. അപ്പോൾ അവൻ അധരങ്ങളെ സൂക്ഷിക്കണമെന്നും അധരത്തിൽ പരിജ്ഞാനം സൂക്ഷിക്കണമെന്നും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അധരങ്ങളെ സൂക്ഷിക്കുന്നവനാണ് വിവേകമുള്ള ഒരു വ്യക്തി. പല ആളുകൾക്കും ഈ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ ആ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരോട് ഈ ദൂതൻ്റെ ശുശ്രൂഷ പോലെ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുവാൻ താല്പര്യം പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ എസ്രാ പ്രവാചകനെക്കുറിച്ചൊരു വാക്ക് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്രാ അവിടെ ഇങ്ങനെയാണ് 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്താണെന്നറിയാവോ? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുക, അതനുസരിച്ച് നടപ്പാൻ, ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും. അപ്പോൾ പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. ഒരു പുരോഹിതൻ, എസ്രാ ഒരു പുരോഹിതനാണ്, മഹാപുരോഹിതൻ. അപ്പം അദ്ദേഹം മനസ്സ് വെച്ചു. അനേകർക്കും മനസ്സില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സ് വെച്ച ഒരു പുരോഹിതനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇവിടെ നമ്മൾ മലാഖിയിൽ വായിച്ചത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉപദേശിക്കാനും മനസ്സ് നമ്മൾക്കുണ്ടാകണം എന്നതാണ്. യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം എന്ന്. അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഈ പരിജ്ഞാനമുള്ളവരായി തീരാൻ, പിന്നെ പരിജ്ഞാനമുള്ളവരായി തീരുകയും ഒപ്പം ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും. അപ്പോൾ ഉപദേശം ഈ പുരോഹിതനോട് മറ്റുള്ളവർ ചോദിച്ചു പഠിക്കണം. അപ്പം അതിന് തക്ക അറിവുള്ള ആളും ആയി മാറണം. എസ്രയെ സംബന്ധിച്ച 2 കാര്യത്തിലും ഉത്തരവുണ്ട്. എന്താണ്? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 2, അതിനനുസരിച്ച് നടന്നു. പിന്നെയോ ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചു. അതിന് മനസ്സുണ്ടായിരുന്നു. എസ്രയെ സംബന്ധിച്ച് അത് എത്രയോ ഗൗരവമുള്ളൊരു കാര്യമാണ്, ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്, ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്താണ്? 1, ന്യായപ്രമാണം പരിശോധിക്കണം. ഇന്ന് വേദപുസ്തകം വായിക്കുന്നവർ വളരെ ചുരുക്കമാണ്. വേദപുസ്തകം കയ്യിലെടുക്കുന്നവർ തന്നെ വളരെ ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ
നല്ലൊരു പങ്ക് ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. മൊബൈലും പിന്നെ ആ നിലകളിലുള്ള ലാപ്ടോപ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേദപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നവരാണ്. ചർച്ചിൽ പോലും വേദപുസ്തകം കൊണ്ടുവരുന്നതിന് താല്പര്യമില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് നാം ദൈവസഭയിൽ വരുമ്പോഴും ഒരു മാതൃക, നല്ലത്, ഉത്തമമായതെന്തെന്ന് ചോദിച്ചാൽ ലാപ്ടോപ്പിനേക്കാൾ, ടാബിനേക്കാൾ, മൊബൈലിനേക്കാൾ ഉത്തമം തിരുവചനം കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പല ലാംഗ്വേജിൽ അത് ചിന്തിക്കാനും നോക്കാനും ഒക്കെ മൊബൈലാണ് ഈസി. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള നിങ്ങളുടെ വാദത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നമ്മുടെ കരങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം, സത്യവേദപുസ്തകം കയ്യിൽ പിടിച്ച് ദൈവസഭയിൽ വരിക, അല്ലെങ്കിൽ അത് വെച്ച് വായിച്ച് പഠിക്കുക എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് മറ്റൊന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അത് നാം കരങ്ങളിൽ ഏന്തുന്നത് ഒരഭിമാനമായിട്ട് കാണണം. അപ്പോൾ ഇവിടെ എസ്രാ ന്യായപ്രമാണം പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിച്ചു. അത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും താൻ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും വായിക്കുന്നവരില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം വരെയും വായിക്കുന്നവരില്ല. വർഷാവർഷമായി പുതിയ നിയമം മാത്രം ഒന്നും വായിക്കുന്നവരുണ്ട്. പുതിയ നിയമവും സങ്കീർത്തനവും മാത്രം വായിക്കുന്നവരുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ വർഷം താങ്കളൊരു തീരുമാനമെടുക്കുക. ഞാൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആണ്ടിലൊരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മുഴുവനും ഒന്ന് വായിച്ചു തീർക്കും. അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ വായിക്കുകയും ചെയ്താൽ പ്രിയ സഹോദര സഹോദരി, ദൈവം താങ്കളെ അനുഗ്രഹിക്കും. രക്ഷിക്കപ്പെട്ടത് 1993 1993 മുതൽ ഈ വർഷം വരെ ദൈവകൃപയാൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യം വേദപുസ്തകം വായിച്ച് തീർക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നും വേദപുസ്തകം വായിക്കാൻ ദാഹമായിരുന്നു. ഇന്നും എനിക്ക് ആ ദാഹമുണ്ട് ദൈവകൃപയാൽ. പ്രിയമുള്ളവരെ, ഇത് നിഗളിക്കാൻ പറയുകയല്ല, മറിച്ച് ഒരു സത്യം. നിങ്ങൾക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടി ഈ വർഷവും എൻ്റെ വായന നവംബർ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ അങ്ങനെ വായിക്കും. ഞങ്ങൾ എല്ലാ വർഷവും വായിച്ച് തീർക്കും ഒരു പ്രാവശ്യം. ഇവിടുത്തെ സഭയിലെ വിശ്വാസികളെ കൊണ്ടും വായിക്കാൻ അറിയാവുന്നവരെ കൊണ്ടെല്ലാം അങ്ങനെ വായിപ്പിക്കും. അങ്ങനെ വായിച്ച് എല്ലാവരും അങ്ങനെ വായിച്ച് തീർക്കുന്ന. ഞാൻ പറഞ്ഞത് നമുക്കതിന് സാധിക്കും, സാധിക്കാതെ വരികയില്ല. എസ്രാ നമുക്കൊരു വലിയ മാതൃകയാണ്. എന്താ ആ മാതൃക എന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ഒരാൾ വന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എനിക്കും പറ്റത്തില്ല, എനിക്കും അറിയില്ല. ഞാൻ വളരെ ശിശുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ എത്രയോ വലിയ കാര്യമാണ്. മലാഖിയിൽ അതാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. പ്രിയമുള്ളവരെ, തിരുവചന സംബന്ധമായിട്ടുള്ള അറിവ് നമ്മുടെ ഹൃദയങ്ങളിൽ നാം സൂക്ഷിച്ചു വയ്ക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാക്കാനും നാം ഗ്രഹിക്കാനും നാം അതിനനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് നാം തിരുവചനം വായിക്കണം. എല്ലാ വർഷവും വായിക്കണം, ക്രമമായി വായിക്കണം, അടുക്കോടും ചിട്ടയോടും കൂടി വായിക്കണം, ആവേശത്തോടെ വായിക്കണം, ആത്മനിറവിൽ വായിക്കണം, ഗ്രഹിച്ചു വായിക്കണം, സൂക്ഷ്മതയോടെ വായിക്കണം, മനസ്സിലാക്കി വായിക്കണം. അങ്ങനെ നാം വായിച്ച് 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 മുന്നേറുമ്പോൾ
പ്രിയമുള്ളവരെ, ഇത് വായിക്കാനുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഏറിയേറി വരും. മനസ്സില്ലാ മനസ്സോടെ നാം ഇതിനെ വായിക്കാനായിട്ടിരുന്നാൽ ഉറക്കം വരികയല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ തലയുടെ മണ്ടേ പോവുകയല്ലാതെ നമ്മുടെ തലയ്ക്കകത്തോട്ടോ ഹൃദയത്തിലേക്ക് ഇത് പ്രവേശിക്കുകയില്ല. മറിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ, തിരുവചനം ഞാൻ വായിക്കുമ്പോൾ ഓരോ വാക്യവും അതിലെ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഓരോ അധ്യായങ്ങളും വായിക്കുവാൻ മനസ്സിലാക്കുവാൻ കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ഞാൻ ഓരോ അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോഴും കർത്താവേ സ്തോത്രം, ഒരധ്യായം വായിക്കാൻ സഹായിച്ചല്ലോ, അപ്പോൾ അടുത്തതിന് സഹായിക്കും, അതിനും സ്തോത്രം പറയും, അപ്പോൾ മൂന്നാമത്തേന് സഹായിക്കും. അങ്ങനെ ഓരോ ദിവസവും 4, 5, 6 അധ്യായങ്ങൾ വായിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ നാം അങ്ങനെ വായിച്ചാൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ഇരിപ്പിനും നമുക്ക് 4, 5 അധ്യായം വായിക്കാൻ ഒരാവേശം തോന്നും. ഒരുപക്ഷെ നിങ്ങൾ ജോലി തിരക്കുള്ളവരൊക്കെ ആയിരിക്കും, ഇത്രയും വായിക്കാനൊന്നും സാവകാശം കിട്ടിയെന്ന് വരികയില്ല. എങ്കിലും രാവിലെയും വൈകുന്നേരവുമായി ഡെയിലി 5 അധ്യായം വെച്ച് വായിച്ചാൽ 1 വർഷം കൊണ്ട് വായന പൂർത്തീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആകയാൽ പൂർണ്ണ ഉത്സാഹത്തോടെ വരുന്ന ദിവസങ്ങളിൽ ഈ ന്യായപ്രമാണം പരിശോധിക്കാൻ ദൈവം താങ്കളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എസ്രാ ശാസ്ത്രിയുടെ പറയും, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചു. ഒന്ന് മനസ്സ് വയ്ക്കുമോ? ഈ വർഷം ഒന്ന് മനസ്സ് വയ്ക്കുമോ? തിരുവചനം വായിക്കുവാൻ മനസ്സ് വയ്ക്കുമോ? അത് താങ്കളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമാകും. ദൈവത്തിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതിനാരംഭം, ക്ഷാമം ഭൂകമ്പം അതിനാരംഭം. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.